ഇത് അഷ്ടമുടി കായലോരം കുപ്പണ എന്ന ചെറുഗ്രാമം. നാടൻ ഭക്ഷണങ്ങളുടെയും നാട്ടുരുചികളുടെയും ആരോഗ്യത്താൽ പകലന്തിയോളം കരയിലും കായലിലുമൊക്കെ പണിയെടുത്ത് കുടുംബം പോറ്റിയിരുന്ന സാധാരണക്കാരന്റെ ഇടം. തുണ്ടുതല്ലലും കയറുകിരിയുടെയും താളങ്ങൾ മാത്രം കേട്ടുണർന്ന ഈ ഗ്രാമത്തിലേക്ക് ഒരു നാൾ രുചിയുടെ മറവിൽ നിറം കലർത്തിയ പാനീയങ്ങളും ജങ്ക് ഫുഡുകളും കടന്നു വന്നു. കള്ളമോ ചതിയോ എന്തെന്നറിയാത്ത ഈ പാവം മനുഷ്യരുണ്ടല്ലോ ക്രമേണ ജങ്ക് ഫുഡുകളുടെ പിടിയിലമർന്നു. മോനരാ ഈ തടി കൊണ്ടത് പിടിച്ചു വെക്കാൻ സായരടാ. നിന്റെ പ്രായത്തിലേ മലയൊക്കെ കണ്ടവനാ നീ. ഉള്ള ഫോണിലും കുത്തി ജങ്ക് പുട്ട് നിന്ന് കുപ്പിയിലെ വെള്ളവും കുടിച്ച് നിന്റെ എല്ല് പൊടിയായി പോകൂടാ. നേരത്തെ എന്ത് കഴിക്കണം എന്നൊക്കെ എനിക്കറിയാം കേട്ടോ. അത് പോ. എന്തറിയാവുന്ന ഈ പ്രായത്തിലേ നിന്റെ പെങ്ങടെ കല്യാണത്തിന് വിറക് കീറുന്നത് ഈ ഞാനാ. അതെ, വീട്ടിലുണ്ടാക്കിയ കഞ്ഞിയും പുഴുക്കും കഴിച്ചിട്ടാണ് ഈ ആരോഗ്യം. അല്ല നിന്നെ പോലെ ഈ ജങ്ക് ഫുഡ് ചവറ് വാരി തിന്നിട്ടല്ല. മാമനത് പോയമ്മ, ഇതൊന്നാ പല്ലുവേനയാ. മാമന് കഞ്ഞിയും പുഴുക്കൊക്കെ അന്നത്തെ കാലം കഴിക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് മാമന് കിട്ടുമായിരിക്കും. ഇത് എൻ്റെ കാലമാണ്. വെറൈറ്റി ഉള്ള ഭക്ഷണം പലതും ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും. അതിൻ്റെയൊക്കെ രുചി മാമനെന്ന് അറിയണം. ഓ മോനേരാ ഒന്നും ആടാവും നാശം. പേടിക്കാനൊന്നുമില്ല ചേച്ചി, കുറച്ച് കിടക്കുമ്പോൾ മാറും. കഞ്ഞിയും വെള്ളവും കൊടുത്ത് വളർത്തേണ്ട ഈ പ്രായത്തിൽ അമിതമായ പഞ്ചസാരയും കളറും ചേർത്ത വെള്ളങ്ങൾ മേടിച്ചു കൊടുത്താൽ ഇതായിരിക്കും സ്ഥിതി. ഇവനെ ഈ അവസ്ഥയിൽ എത്തിച്ചതേ മാതാപിതാക്കളായ നിങ്ങളാണ്. പോയി കഞ്ഞിവെള്ളം വല്ലതുകൊണ്ട് എടുത്തോണ്ട് വാ. ഇന്ന് ഞായറാഴ്ചയല്ലയോ, വാസുദേവൻ ഡോക്ടർ വീട്ടിൽ കാണും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മാറിക്കാം.
ഏയ് ഏയ് ഹലോ ഹലോ ഏയ് ഹലോ ഏയ് ഏയ് ശീലങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് ഇത്രയൊന്നും ബി പി കൂടാറില്ല. ഡോക്ടർ ചോദിച്ചത് ഇന്ന് എന്താണ് കഴിച്ചതെന്നാണ്. വീട്ടിലുണ്ടാക്കുന്നതൊന്നും അവന് വേണ്ട ഡോക്ടറെ, അവൻ കഴിക്കത്തില്ല. അവൻ കഴിക്കുന്നതേ ഫ്രൈഡ് ചിക്കൻ, പൊറോട്ട, പിന്നെ ആ കുപ്പി കിട്ടുന്ന ആ കളറുള്ള വെള്ളവും. ഓരോ മിനിറ്റും വിലപ്പെട്ടാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറും. ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കണം. ഇതൊരു സാധാരണ തലകറക്കമല്ല, ഇത് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ആണ്. സമ്മർദ്ദം കൂടിയുണ്ട് തലച്ചോറിലോ കിഡ്നിയിലോ ഹാർട്ടിലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഹോസ്പിറ്റലിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി വാർഡ് തയ്യാറാക്കാൻ പറയും. ഓട്ടോക്കാരൻ റഷീദിനെ വിളിക്കാം, അവൻ്റെ വീടിൻ്റെ അടുത്താ. ഫോട്ടോ ഒന്നും പറ്റത്തില്ല, ആംബുലൻസ് തന്നെ വേണം. ആംബുലൻസ് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെ നന്ദിതേ, ഡോക്ടർ എന്താ പറഞ്ഞേ? തരണം ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. പേടിക്കണ്ട അല്ലേ? ഇനി കുറേ ടെസ്റ്റുകൾ ബാക്കിയാ. കുറച്ച് ദിവസങ്ങൾ കൂടി നിരീക്ഷണത്തിൽ കിടക്കണം. അവന് ബോധം വന്നോ? പൂർണ്ണമായും ബോധം വന്നിട്ടില്ല അമ്മാവ. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കും, പക്ഷെ ആളെ അറിയത്തില്ല. എന്തൊരു കാലമാണ് മാധവേട്ടാ. 18 വയസ്സുള്ള പിള്ളേരൊക്കെ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുന്നത്. പണ്ടൊക്കെ 60 വയസ്സിലൊക്കെ ആയിരുന്നു നമ്മൾ ഈ വാർത്തകൾ കേട്ടു. ഇത് ഒരു ദിവസം കൊണ്ട് വന്നതല്ല അമ്മാവ, അവൻ്റെ ജീവിത രീതിയാണ് അതിന് കാരണം. ദിവസമുള്ള ബേക്കറി പലഹാരം, വറുത്തത്, പൊരിച്ചത്, പിന്നെ കെമിക്കൽ ഡ്രിങ്ക്സ്. ഇതിലെല്ലാം ചേർക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതൊരു വെളുത്ത വിഷമാണ്. അത് വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സൾഫർ ഡയോക്സൈഡുകൾ പോലെയുള്ള കെമിക്കലുകളാണ്. ശരീരത്തിൽ ചെന്നാൽ എന്താവും അവസ്ഥ? അല്ലേ, പണ്ടൊക്കെ നമ്മൾ ചായ കുടിച്ചിരുന്നതേ ശർക്കരയും കരിപ്പോട്ടിയും കൂട്ടിയല്ലായിരുന്നു. അതിനൊക്കെ ഒരു കരുത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ നിർത്തും പറയുമോ? ഇനി പണ്ടത്തെ കാര്യം പറഞ്ഞിരുന്നിട്ട് എന്താണ് കാര്യം? ആരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ? കുട്ടികൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ വേണ്ടുന്നതും വേണ്ടാത്തതും വാങ്ങി വായിൽ വെച്ച് കൊടുക്കുന്ന മാതാപിതാക്കളാണ് ഇതിന് ഉത്തരവാദികൾ. കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോ വാശിയോ എന്തോന്ന് വാശി? നിങ്ങൾ കനല് വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞാൽ അതും ഗോപി കയ്യിലെടുത്ത് കൊടുക്കുമോ? ഇപ്പൊ ആർക്കുവേ മക്കൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ സമയമില്ല. ജോലി തിരക്കിനിടയിലെ എളുപ്പത്തിൽ അതിന്റെ അമ്മാവായി കണ്ടത്. ഞങ്ങളുടെ അമ്മമാരെ അരച്ചരച്ച് കൈ തേഞ്ഞിട്ട് പോലും മക്കൾക്ക് വിഷം വെച്ച് വിളമ്പി കൊടുത്തിട്ടില്ല. അടുക്കളയിൽ കയറാനുള്ള മടി കൊണ്ട് മക്കളുടെ ആയുസ് പണയം വെക്കൽ. ഇത് മടിയുടെ മാത്രം പ്രശ്നമല്ല, അറിവില്ലായ്മ കൂടിയാണ്. അതിലെ രാസവസ്തുക്കൾ കുട്ടികളെ വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾ അമ്മമാരെ മാത്രം വല്ലതും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആദ്യമായി അത് രുചിപ്പിച്ചത് കൊണ്ടാണ് അവൻ അതിന് വാശി പിടിച്ചത്. അപ്പോൾ കുറ്റം കുഞ്ഞിൻ്റെതല്ല. കേട്ടോടാ നീ, കുറ്റം കുഞ്ഞിൻ്റെതല്ല, നിങ്ങളുടേതാ, മാതാപിതാക്കളുടേത്. ഇല്ലേ മാതാമാരെ, പഴയ കാലത്തെ അമ്മമാർക്ക് അറിയാമായിരുന്നു പാക്കറ്റിലെ ചിപ്സിന് പകരമേ കപ്പ ഒഴുക്ക് വരട്ടിയും കുപ്പിയിലെ പാനീയത്തിന് പകരമേ സംഭാരമായിരുന്നു. നിങ്ങളെ അവന് സ്നേഹിച്ച് കൊല്ലുകയായിരുന്നു, രോഗത്തിലേക്കും പിന്നെ മരണത്തിലേക്കും.
രുചിയുടെ പേരിൽ വിപണിയിൽ കിട്ടുന്ന എന്തും വാങ്ങി മക്കളുടെ വായിൽ വെച്ചു കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു. എന്റെ മകനെ രക്ഷിക്കാനുള്ള വല്ല മാർഗമുണ്ടോ ഉണ്ടോ? മോളെ, ഇതിന്റെ ചികിത്സയ്ക്ക് ഒരുപാട് പണമാവുമോ മോളെ? ഐസിനും ടെസ്റ്റുകൾക്കായി ഒരുപാട് കാശ് ചിലവാകും. കിഡ്നിയെ ബാധിച്ചുകൊണ്ട് ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വന്നേക്കാം. ദിവസേനയുള്ള മരുന്നുകൾ വേറെയും. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ ഗോപി? കല്യാണത്തിന് സ്വർണം എടുക്കാൻ വേണ്ടി കടം വാങ്ങിയ കുറച്ച് പൈസയുണ്ട്. ഒരു സന്തോഷം നടക്കേണ്ട വീട്ടിലാ ഈ ഗതി വന്നത്. വിഷമിക്കണ്ട, ആശുപത്രിയിലെ ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. ഇതാ ഇന്നത്തെ കാലത്തിന്റെ പൊതുവായ വിധി. നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കേണ്ടി വരും. എന്റെ ഈശ്വര, സന്തോഷം കാണാൻ വേണ്ടി കൊതിച്ച വീടാ, അതിനും കടവാങ്ങിയ പൈസ കൊണ്ട് ഇപ്പൊ ആശുപത്രിയിൽ. ഞങ്ങളാ ഇതിനെല്ലാത്തിനും കാരണം. എന്റെ ദൈവമേ, ഒരു മാതാപിതാക്കൾക്ക് ഈ ഗതി വരുത്തരുതേ. ഞാനാ എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയത്. എന്തുവാന്നുള്ളത് നമ്മള് എന്ത് പറ്റിയത് ആങ്ങളെ? ഒരു തടിയെടുക്കാനായിട്ട് സഹായിച്ചതാ മോളെ. തടിയുടെ ഒരു ഭാഗം പിടിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ മോളെ. പിന്നെ കണ്ണു തുറക്കുമ്പോഴേ ആശുപത്രി കിടക്കയില്ലേ. ആ രംഗവേ ഓർക്കാനേ വയ്യായ, ഒരു 10 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിലേ. അറിയാവുന്ന പണി വല്ലതും ചെയ്താൽ പോരായിരുന്നു ആങ്ങളെ. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അതിരാവിലെ എഴുന്നേക്കും, പഴങ്കഞ്ഞിയും പുഴുക്കുകളും കഴിച്ചും കൊണ്ടാണ്. ഇപ്പോഴത്തെ പിള്ളേരിക്ക് ഇതൊന്നും വേണ്ട. 24 മണിക്കൂർ ഈ ഫോൺ എടുത്ത് വെച്ച കുത്തോട് കുത്താം. കഴിച്ചതാ കാരണമായത്. ആശുപത്രിയിലെ മരണക്കട കിടപ്പട എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ഈ വീഴ്ചയ്ക്ക് കാരണം ഞാൻ കഴിച്ച ജങ്ക് ഫുഡുകളും ആ കളർ വെള്ളങ്ങളും. എന്റെ പൊന്നമ്മമാരെ, ഈ പഴങ്കഞ്ഞിയും പുഴുക്കൊക്കെ കഴിച്ച് ഞങ്ങൾ എങ്ങനെയാ സ്കൂളിൽ പോന്നെ? ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? വല്ല രുചിയും ഗുണമുണ്ടോ? അതും ഇല്ല. രുചിയുണ്ട്, ഗുണവുമുണ്ട്. പക്ഷെ ആ രുചിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ആ ഗുണം ഉണ്ടായത് കൊണ്ടാ 50 കഴിഞ്ഞ തങ്കച്ചന് ഞാനൊക്കെ എപ്പോഴും ഓടി നടക്കുന്നത് പോയതുപോലെ. 50 70 വയസ്സായി ഇപ്പോഴും നല്ല ലഡുമാതിരി ഇരിക്കുന്ന കണ്ടോ? ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഓടാനോ ചാടാനോ വല്ലതും ഉപ്പോ? പട്ടിയൊന്ന് ഓടിച്ചാൽ പോലും ഇന്നത്തെ കുട്ടികൾ ഓടാതെ നിന്ന് കടി കൊള്ളിയാ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങക്ക് രുചിയുള്ളത് മതി. മോളെ, അതിനകത്ത് രുചി മാത്രമേ ഉള്ളൂ. വലിയ ആളെ പഞ്ചസാരയും കൊഴുപ്പും ഉപ്പും അതിനകത്ത്. എന്റെ BP ഷുഗറും കൂടി. ഒരു നുള്ള പഞ്ചസാര ഉപ്പും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജീവിതം അടുത്തു. ഞാൻ കാരണമേ എന്റെ സഹോദരിയുടെ കല്യാണം മുടങ്ങി. എന്റെ കുടുംബം പട്ടിണിയിലായി. ജങ്ക് ഫുഡിനുള്ള എന്റെ ആർത്തി എന്റെ മാത്രമല്ല, നിരപരാധികളെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെ ജീവിതം കൂടെ തകർത്തത്. ഇതുപോലുള്ള ഭക്ഷണം കഴിച്ച് വളരെ വേഗത്തിൽ ഓടുകയും വളരെ വേഗത്തിൽ ചാടുകയും എന്നിട്ട് സമ്മാനം വാങ്ങുന്ന ഞാൻ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. മോളെ, അത് പരസ്യങ്ങളിൽ മാത്രമാണത്. അമ്മമാർക്കുന്നേ അടുക്കളയിൽ കയറാൻ സമയമില്ല. അച്ഛനും അമ്മയും കൂടെ മത്സരിച്ച് പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാക്കും. എന്തൊക്കെ പറഞ്ഞാലും അതിന് എന്ത് രുചിയാ, പഠിക്കാനൊക്കെ എന്ത് ഉന്മേഷമാ. പഠിച്ച് ജോലി കിട്ടിയെന്നിരിക്കട്ടെ, ആരോഗ്യം ഉണ്ടെങ്കിലേ സന്തോഷപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിലേ ആസ്പത്രി ചെലവനായിട്ട് അധ്വാനിക്കേണ്ട കാശും മാറ്റി വെക്കേണ്ട വരും. മനസ്സ് ജീവിക്കണമെന്ന് ആയിരിക്കുമ്പോഴേ ശരീരം വഴങ്ങാതെ വരും. ഞാൻ അറിഞ്ഞിടത്തോളമേ മനുഷ്യ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു കണിക പോലും ഇതിനകത്തില്ല. രക്തം നശിപ്പിക്കും, ഹൃദയം ദുർബലമാക്കും, ഷുഗർ വരും, പ്രഷർ വരും, അവസാനം കിഡ്നിയും പോവും. കണ്ടില്ലേ മോളെ, ഈ വക ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. 21 വയസ്സേ ഉള്ളൂ ഇവന്. ഇനി ഞാൻ കഴിക്കത്തില്ല. എന്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ കഴിപ്പിക്കത്തില്ല. ഇന്ന് ഞാൻ നടക്കാൻ പോലും പറ്റാത്തൊരു ചെറുപ്പക്കാരനെ മാറി. 21 വയസ്സിൽ ഞാൻ രോഗിയായി. കാരണം ഞാൻ കഴിച്ച ജങ്ക് ഫുഡുകളും കളർ പാനീയങ്ങളും.
അതെന്നെ രോഗിയാക്കി. ജങ്ക് ഫുഡ് ഇത്ര അപകടം ഞാൻ അറിഞ്ഞില്ല അങ്കിള്. ആരോഗ്യത്തോടെ ഞങ്ങക്ക് ഇവിടെ ജീവിക്കണം. 1-2 വർഷമല്ലോ, ഒരുപാട് വർഷം. അത് ഞങ്ങളുടെ അവകാശം. അത് ഭക്ഷണമല്ല മക്കളെ, അത് മനുഷ്യന് ചെയ്യുന്ന വിഷമാ അത്.